തനിയെ ഏങ്ങുന്നിതാ. നിങ്ങൾ ഭാര്യയും ഭർത്താവും പിന്നെ എന്താ സംസാരിക്കുന്നത്? പുള്ളിക്കാരനാളെങ്ങനെ? മദ്യപിക്കുന്ന ശീലമുണ്ടോ? ഇല്ല. നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ടോർച്ചർ ചെയ്യാറുണ്ടോ? സുപ്രിയ അങ്ങോട്ടെങ്ങനെയാ? നല്ലൊരു ഭർത്താവായിട്ടാണോ ആളിനെ കാണുന്നത്? എനിക്ക് കംപ്ലൈന്റ് ഇല്ല. എന്നാ എനിക്ക് കംപ്ലൈന്റ് ഉണ്ട്. പലതരത്തിലുള്ള പേഷ്യൻസാ എന്നെ കാണാൻ വരുന്നത്. ഗൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ട് സ്ത്രീകളെയാ എന്നും കാണുന്നത്. ഇപ്പൊ മിക്കവരുടെയും കൂടെ ഹസ്ബൻഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ആൺ സുഹൃത്തുക്കൾ ഉണ്ടാവും. അതുപോട്ടെ, സ്ത്രീകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട സ്വകാര്യ പ്രശ്നങ്ങൾക്ക് എന്നും ഒരു രഹസ്യ സ്വഭാവമുണ്ട്. സ്വന്തം വീട്ടിൽ പോലും അത്തരം പ്രോബ്ലംസ് ആരും തുറന്നു പറയാറില്ല. അതുകൊണ്ടെന്താ, പല അസുഖങ്ങളും സെക്കൻഡറി സ്റ്റേജിൽ കഴിഞ്ഞിട്ടാ ഡോക്ടർ അടുത്തെത്തുന്നത്. അപ്പോഴും ഡോക്ടറോട് പലതും ഒളിപ്പിച്ചു വെക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ സ്ത്രീകൾക്കുണ്ട്. പക്ഷെ ഒരു ഡോക്ടർക്ക് തന്റെ മുന്നിലിരിക്കുന്ന പേഷ്യന്റിനോട് അവരുടെ ശരിക്കുള്ള ആരോഗ്യ പ്രശ്നം പറയാതിരിക്കാനാവില്ല. ചില കേസുകളിൽ ഒറ്റയടിക്ക് തുറന്നു പറയാൻ കഴിഞ്ഞില്ലെന്നും വരും. ഇപ്പൊ എക്സാമ്പിൾ, ക്യാൻസർ ആണ് തനിക്കെന്ന് പെട്ടെന്ന് കേട്ടാൽ ഒരു സ്ത്രീക്ക് അത് താങ്ങാൻ കഴിയില്ല. അപ്പോ ഡോക്ടർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അവരെ വിവരം അറിയിക്കും. പക്ഷെ ഡോക്ടർ, ഞാൻ ഇതുവരെ എന്നെ സംബന്ധിക്കുന്ന ഒരു കാര്യവും മാഡത്തിൽ നിന്ന് ഒളിച്ചു വെച്ചിട്ടില്ല. അക്കാര്യത്തിൽ സുപ്രിയെ പറ്റി എനിക്ക് പരാതിയില്ല. പക്ഷേ ഞാൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഔട്ട്സൈഡർ മാത്രമാണ്. ഹസ്ബൻഡിന് സ്ഥലം മാറ്റം കിട്ടിയാൽ ഞാൻ ഒരുപക്ഷെ നാളെ ദൂരെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകും. പിന്നെ ഇവിടെയായിരിക്കില്ല പ്രാക്ടീസ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, സുപ്രിയ എല്ലാ വിവരങ്ങളും ഭർത്താവിനോട് തുറന്നു പറയണമെന്നാ. അതൊരാവശ്യമല്ല, മറിച്ച് അത്യാവശ്യം. അപ്പോ ഞങ്ങൾക്ക് കുട്ടികൾ? നേരത്തെ എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ നോക്കട്ടെ എന്ന് ഡോക്ടർ ഒരു വാക്ക് പറഞ്ഞപ്പോ ആഗ്രഹിച്ചു പോയി. സോറി സുപ്രിയ, ആ വാക്ക് ഞാൻ പിൻവലിക്കാം. ഒരു പേഴ്സന്റെ സാധ്യത പോലും ഞാൻ കാണുന്നില്ല. റിയലി സോറി. ഇവിടെ എന്താ പരിപാടി? ചെറിയൊരു വിശപ്പ് പതിയിരുന്ന് ആക്രമിക്കാൻ തുടങ്ങി. എന്നാ ശകല ഓംലെറ്റ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കായിരുന്നില്ലേ സജേട്ടാ? എഗ് വൈറ്റ് മാത്രം എടുത്താൽ മതിയായിരുന്നു. അതിന് ടേസ്റ്റ് കിട്ടില്ലടോ. ഈയുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ആഹാരം കഴിക്കൽ കൂടുന്നുണ്ട്, അതിനനുസരിച്ച് തടിയും കൂടുന്നുണ്ട്. ഇന്നത്തേക്ക് ക്ഷമിക്കും മാഡം, മേലെ ഞാൻ ആവർത്തിക്കത്തില്ല. ആഹാ, ഉപദേശിയാളി കഴിക്കുന്ന സാധനത്തിനും മുട്ടെന്നല്ലേ പേര്? സജേട്ടൻ എന്തെങ്കിലും കുക്ക് ചെയ്താ ഒരു പ്രത്യേക രുചിയാണ്. പോലീസുകാർക്ക് അയ്യോക്ക് മാത്രമല്ല, കൈപ്പുണ്യം ഉണ്ടെന്ന് ഈ നാട്ടിലെ ഡോക്ടർമാർ മനസ്സിലാക്കുന്നത് നല്ലതാണേ. ലോക്കപമർദ്ദനം അനുഭവിച്ചിട്ടേ ഹോസ്പിറ്റൽ കൊണ്ടുവരുന്നവരെ പരിശോധിക്കുമ്പോ ഡോക്ടർമാർക്കും മനസ്സിലാവുന്നുണ്ട് പോലീസുകാരുടെ കൈപ്പുണ്യം. ആ, അവിടെയും ഒരു ഗോൾ അടിച്ചു. പന്തിട്ട് തന്നിട്ടല്ലേ? സമ്മതിച്ചേ. അപ്പോ ഒരു ഓംലെറ്റ് എടുത്ത് അനുഭവിക്കുക. ഏതായാലും വന്നതല്ലേ. ചായ ഇടണോ? വേണ്ട. കട്ടൻ കാപ്പി ആയല്ലോ. ഓംലേറ്റിന്റെ കൂടെ നല്ല കോമ്പിനേഷനാ കട്ടൻ കാപ്പി. കൊതിപ്പിക്കാതോ. ഇപ്പൊ കുടിക്കാൻ ഒന്നും വേണ്ട. വേണ്ടെങ്കി വേണ്ട. ആ,
തന്റെ പേഷ്യന്റ് പോയോ? എന്തായിരുന്നു വിശദമായ ചർച്ച? ആ കുട്ടിയുടെ കാര്യം ഒന്നും പറയണ്ട. ചിലപ്പോ തോന്നും ഒരു കൗൺസിലിംഗിന്റെ ആവശ്യമുണ്ടെന്ന്. അതേസമയം എല്ലാ കാര്യങ്ങളും അറിയാം. അതിൻ്റെതായ ഗൗരവത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഫാമിലി പ്രോബ്ലംസ് കാണുമായിരിക്കുമല്ലേ? കാണുമായിരിക്കുന്നല്ല, പ്രോബ്ലം ഉണ്ട്. ഒരു കുഞ്ഞിനുള്ള പ്രതീക്ഷ വേണ്ടെന്ന് എന്നേക്കാൾ മുമ്പേ സുപ്രിയയ്ക്ക് അറിയാം. അറിയാൻ പാടില്ലാത്തത് അയാളുടെ ഹസ്ബൻഡിനാ. ഇതുപോലുള്ള കേസുകൾ സന്ധ്യ നേരത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളതല്ലേ? ഹസ്ബൻഡും വൈഫായിട്ട് ഒരു ദിവസം വരാൻ പറയൂ. അവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ട്. ഇതുവരെ ആ പാർട്ടി ഒന്ന് പരിചയപ്പെടുത്താൻ പോലും സുപ്രിയ തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ ഡോക്ടറോട് പറയാൻ പറ്റുന്നതിലും സങ്കീർണമായിരിക്കും പ്രശ്നം. നാട്ടിലാണോ അയാളുടെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി ബോർഡിലാ. നമ്മുടെ ഉദയന്റെ ഒരു കുടുംബ സുഹൃത്തും ഇലക്ട്രിസിറ്റി ബോർഡിലാണല്ലോ ജോലി ചെയ്യുന്നത്. അയാൾക്കും എന്തോ ഫാമിലി പ്രോബ്ലംസ് ഉള്ളതായി ഉദയൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ, സന്ധ്യ ഇനി അത് തന്റെ തലവേനയാക്കണ്ട. ട്രീറ്റ്മെന്റ്, മെഡിക്കൽ അഡ്വൈസ്, അതിനപ്പുറം പേഷ്യൻസിന്റെ പ്രശ്നങ്ങളിൽ ഇൻവോൾവ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എനിക്ക് പക്ഷെ സുപ്രിയോട് എവിടെയോ ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നു സജേട്ടാ. സിമ്പതിയാണോ എന്ന് ചോദിച്ചാൽ അതറിയില്ല. ശരി ശരി, ഞാൻ ഇടപെടുന്നില്ല. ഇടപെട്ടിട്ടും കാര്യമില്ല. അതെന്താ? കുട്ടികളുണ്ടാകാത്ത വൈഫിന്റെ കുഴപ്പം കണ്ടല്ലേ? പ്രശ്നം ഭർത്താവിനായിരുന്നെങ്കിൽ ഞാൻ വേണ്ടതുപോലെ ഇടപെട്ട പരിഹരിക്കാൻ കഴിഞ്ഞേക്കും. എങ്ങനെ? ദേ, പോലീസുകാരനെ കൊന്ന ആദ്യത്തെ ഡോക്ടർ ആവാൻ എനിക്ക് മടിയില്ല, പറഞ്ഞേക്കാം. ഞാനൊരു തമാശ പറഞ്ഞല്ലേ സന്ധ്യയെ? മിണ്ടരുത്. ഒരു തമാശക്കാരൻ വന്നിരിക്കുന്നു. അയ്യോ, ഒട്ടും പൊസസീവ് അല്ലാത്തൊരു ഭാര്യ. വിദ്യാഭാരതിയെ വിളിച്ച് വിവരം പറഞ്ഞോ? പുറത്തുനിന്ന് അമ്മയോട് മാത്രമേ അഭിപ്രായം ചോദിച്ചുള്ളൂ. പിന്നെ ഇപ്പൊ സുമിത്രാമ്മയോടും പറഞ്ഞു. നേരിട്ട് കാണണമെന്ന് നന്ദന പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി എന്തോ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങൾ കുഞ്ഞിനെ ദത്തെടുക്കുന്നതിനെ കുറിച്ച് സുമിത്രാമ്മയുടെ അഭിപ്രായം എന്താണെന്ന് അറിയണം. അതിനുവേണ്ടിയാ വരാൻ പറഞ്ഞത്. ഇത് നിങ്ങള് ഭാര്യയും ഭർത്താവും കൂടി തീരുമാനം എടുക്കേണ്ട വിഷയമാണ്. ആലോചിച്ച് നിങ്ങളൊരു തീരുമാനം എടുക്കുകയും ചെയ്തു. ഇനി ഞാനെന്ത് പറയാനാ? അതിനർത്ഥം അഭിപ്രായം അനുകൂലമല്ലെന്നാണോ? അങ്ങനെ ഞാൻ പറഞ്ഞോ? എന്നാലും എനിക്ക് മറ്റൊരു കാര്യം തോന്നുന്നുണ്ട്. നന്ദനയ്ക്ക് പ്രായമേറെ കടന്നു പോയിട്ടൊന്നുമില്ല. കുറച്ചുകൂടെ കാത്തിരുന്നിട്ട് പോരെ ദത്തെടുക്കുന്നത്? നന്ദന പ്രസവിക്കുന്ന ഒരു കുഞ്ഞ്, അതിനെ നിങ്ങൾ വളർത്തി കാണണമെന്നാ എന്റെ ആഗ്രഹം. ഞങ്ങളും അത് തന്നെ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ കാത്തിരിപ്പ് എത്ര നാളാന്ന് വെച്ചാ? പ്രതീക്ഷ വേണ്ടെന്ന് ഡോക്ടർ പലതവണ പറഞ്ഞു. എനിക്ക് മാത്രമല്ല, ഇവിടെ ഒരാൾക്കും ശുഭപ്രതീക്ഷയില്ല. അങ്ങനെയാ ദത്തെടുക്കാന്ന് ഉറപ്പിച്ചത്. ഒന്നോർത്ത എന്റെ സ്വന്തം അനുഭവത്തിന്റെ ഒരു ആവർത്തനമായിരിക്കും ഈ അഡോപ്ഷൻ. ഉദയന്നൂരെ വിദ്യാഭാരതി പ്രസവിച്ചുവെങ്കിലും എന്നെ വളർത്തിയതാരാ? പനക്കലെ സുമിത്രാമ്മ. പക്ഷേ ദത്തുപുത്രയാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അതേസമയം മനീഷിനും അനിലയ്ക്കും അമ്പിളിക്കും കിട്ടിയ സ്നേഹം എനിക്ക് സുമിത്രാമ്മയിൽ നിന്ന് കിട്ടുന്നില്ലെന്ന് ഒരു പരാതി ഉണ്ടായിരുന്നു, വിഷമവും ഉണ്ടായിരുന്നു. നന്ദനെ, പരാതിയും വിഷമവും മാത്രമാ, ദേഷ്യം തോന്നിയിട്ടേയില്ല. അങ്ങനെ ലാളിച്ച് വഷളാക്കാത്തോണ്ടായിരിക്കും വാശിയോടെ ജീവിതത്തെ നേരിടാൻ എനിക്ക് കഴിഞ്ഞത്. നന്ദന ഒന്നും മറന്നിട്ടില്ല. സുമിത്രാമ്മയെ കുറ്റപ്പെടുത്തിയതല്ല, കുറ്റപ്പെടുത്തേയില്ല. 23 വയസ്സ് വരെ സുമിത്രാമ്മയുടെ മകളായി വളർന്ന ഞാൻ അങ്ങനെ ചെയ്ത അത് തെറ്റാണ്. ആരെങ്കിലും പറയുമ്പോ മാത്രമാ കുന്നത്തൂർ കോവിലകത്തെ അംഗമാണെന്ന കാര്യം ഞാൻ ഓർക്കുന്നത്. അല്ലാത്തപ്പോഴൊക്കെ ഉദയന്നൂരെ വിദ്യാഭാരതിയുടെ മകളോ പനക്കിലെ സുമിത്രാമ്മയുടെ മകളോ ആണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ദത്തെടുക്കുന്ന കുട്ടിക്ക് അമ്മയായ ഞാൻ വഴിക്ക് 2 അമ്മൂമ്മമാരുണ്ട്, വിദ്യാഭാരതിയും സുമിത്രാമ്മയും.
ഇപ്പോഴീ കുട്ടിയെ എവിടെന്നാ ദത്തെടുക്കുന്നേ? അത് അതിവിടെ നിന്നൊന്നും അല്ല സുമിത്രാമ്മേ, അങ്ങ് തിരുവനന്തപുരത്തുനിന്നാ. അത്രയും ദൂരെയാണോ? നമുക്ക് പറ്റിയ കുട്ടിയെ കിട്ടണ്ടേ? തിരുവനന്തപുരത്തുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നാ ശരിയായത്. തിരുവനന്തപുരം. മാഡം, മഹേഷിന്റെ വീട് തിരുവനന്തപുരത്തല്ലേ? സിറ്റിന്ന് കുറെ ദൂരം പോണം. അമ്പൂരി എന്ന് പറയും. തിരുവനന്തപുരം ജില്ല തന്നെയല്ലേ? അതെ. ഒരു ജോലിയുണ്ട് മഹേഷിന്. കാര്യം പറയൂ മാഡം. ആ ഭാഗത്തുള്ള അനാഥാലയങ്ങൾ, അനാഥ പിള്ളേരെ വളർത്തുന്ന സ്ഥലങ്ങൾ, അഗതി മന്ദിരങ്ങൾ, അങ്ങനെ എല്ലാത്തിന്റെ ഒരു ലിസ്റ്റ് വേണം. എന്തിനാ മാഡം? നന്ദന വീണ്ടും ദത്തെടുപ്പ് പരിപാടി തുടങ്ങുന്നു. തിരുവനന്തപുരത്ത് എവിടെയോ നിന്നാണ് പോലും കൊച്ചിനെ സംഘടിപ്പിക്കുന്നത്. അതെവിടെ നിന്നാണെന്ന് കണ്ടുപിടിക്കണം. മുടക്കാനാണോ? പിന്നല്ലാതെ. എവിടെ നിന്നായാലും അവിടെ പോയി ഞാൻ മുടക്കും. അവൾക്ക് ഈ ഭൂമിയിൽ ഒരിടത്തു നിന്നും ഒരു കുട്ടിയും കിട്ടരുത്. 1-2 സ്ഥാപനങ്ങളല്ല തിരുവനന്തപുരത്തുള്ളത്. അവരെവിടെ നിന്നാണ് ദത്തെടുക്കുന്നതെന്ന് ആർക്കറിയാം? വണ്ടിയെടുത്ത് മഹേഷ് ഒന്ന് കറങ്ങണം. അപ്പൊ എന്റെ ജോലിയോ? ഒരാഴ്ചത്തെ മെഡിക്കൽ ലീവ് എടുക്ക്. ചെലവിനുള്ള പൈസയൊക്കെ ഞാൻ തരാം. എനിക്കെന്തായാലും അവള് ദത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത് എവിടുന്നാന്ന് അറിയണം. ആ പദ്ധതി മുടക്കുകയും വേണം. കേട്ടല്ലോ? ശരി മാഡം. ഇത്തവണ സുമിത്രേച്ചി നിന്നെ വിളിച്ചില്ലേ നന്ദനയുടെ അടുത്തേക്ക് പോവാൻ? വരുന്നോന്ന് ചോദിച്ചു. അത്രേ ഉള്ളോ? എന്താ അമ്മേ? വരുന്നോന്ന് ചോദിച്ചതല്ലാതെ ലൈല വാന്ന് പറഞ്ഞില്ല? അങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ നീ ചേച്ചിയുടെ കൂടെ പോവായിരുന്നോ? പിന്നെന്തിനാ പോവാതിരിക്കുന്നത്? അപ്പൊ ലൈലയ്ക്ക് പോണോന്നുണ്ട്, പക്ഷെ സുമിത്രേച്ചിക്ക് കൊണ്ടുപോണോന്നില്ല. ദേ സൂക്ഷിക്കണേ പെണ്ണേ. ആദ്യത്തെ തവണ ചേച്ചി നിർബന്ധിച്ച് നിന്നെ നന്ദനയുടെ വീട്ടിൽ കൊണ്ടുപോയി. രണ്ടാമത്തെ തവണ ഒഴുക്കം മട്ടി വരുന്നോന്ന് ചോദിച്ചിട്ട് തനിച്ചങ്ങ് പോയി. ഇനി നിന്നോട് ചോദിക്കുകയും പറയുകയും ഒന്നും ചെയ്യാതെ ആയിരിക്കും സുമിത്രേച്ചി പോകുന്നത്. കാരണം എന്താ? നന്ദന മകളും ലൈല മരുമോളുവാ. അമ്മയ്ക്ക് അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല. ഉണ്ട്. സുമിത്രേച്ചിക്കെന്നല്ല, ലോകത്തെ എല്ലാ സ്ത്രീകൾക്കും ആ വ്യത്യാസം ഉണ്ട്. നന്ദനയോട് ചേച്ചി കൂടുതൽ അടുത്താലേ അകലുന്നത് നിന്നിൽ നിന്നായിരിക്കും. അതിന് വേറെയും കാരണങ്ങളുണ്ട്. നന്ദന ഇപ്പൊ ആരാ? പേര് കേട്ട കുന്നത്തൂർ കോവിലകത്തെ തമ്പുരാന്റെ ഭാര്യ. നീയോ? കോളനി താമസിക്കുന്ന ചിട്ടിക്കാരി ചന്ദ്രികയുടെ മോള്. അമ്മയൊന്ന് ചുമ്മാതിരുന്നേ. മനുഷ്യരുടെ അമ്മ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന കൂട്ടത്തിലല്ല. അല്ലായിരുന്നു എന്ന് പറ. ഇപ്പൊ പക്ഷേ ചേച്ചി അങ്ങനെ ചിന്തിക്കുന്നു. അല്ലെങ്കിൽ നാളെ ആകും. അതുകൊണ്ട് നീ വെറുതെ കാഴ്ചക്കാരിയായിട്ട് നിന്നാ പോരാ. നേരെ മറിച്ച് നോക്കിയും കണ്ടു നിൽക്കണം. അതൊരു വശം. മറുവശം അതിലും പ്രധാനപ്പെട്ടതാ. മനീഷിന്റെ കാര്യമാ ഞാൻ പറയുന്നത്. അവനിപ്പൊ നിന്നോട് എങ്ങനാ? നല്ല സ്നേഹം ഇപ്പൊ മനീഷേട്ടന്. ഇപ്പൊ കുടിയുണ്ടോ? ഇല്ലമ്മേ, നല്ല മാറ്റമുണ്ട്. നല്ല കാര്യം. പക്ഷെ ആ മാറ്റത്തിനൊരു അപകടമുണ്ട്. എന്തപകടം? അവൻ ഇത്രയും നാള് നിന്നെ ചുറ്റിപ്പറ്റിയാ നടന്നിരുന്നത്. ചെലവിനുള്ള പൈസ പലപ്പോഴും നിന്റെ കയ്യിന്നാ വാങ്ങിയിരുന്നത്. ഇപ്പൊ അത് മാറി. അവനിപ്പൊ ജോലിക്കാരനായി. ഇനി ശ്രദ്ധിക്കേണ്ടത് നീയാ.
മനീഷിന്റെ മേൽ നിനക്കൊരു നിയന്ത്രണം വേണം. ഞാൻ എന്തു പറഞ്ഞാലും മനുഷ്യൻ ഇപ്പൊ കേൾക്കും. അത് പോരാ, നീ പറയുന്നതേ അവൻ കേൾക്കാൻ പാടുള്ളൂ. ആ പരുവത്തിലേക്ക് മനീഷ് വരണം, നീ വരുത്തണം. ഇതിനാ തന്തയും തള്ളയും കണ്ട് പഠിക്കണോന്ന് പറയുന്നത്. കൊച്ചുനാള് മുതൽ നീ കാണുന്നതല്ലേ നമ്മുടെ വീട്ടിൽ എങ്ങനെയാ കാര്യങ്ങളെന്ന്. സോമേട്ടൻ ഓരോന്ന് പറയും, പക്ഷെ നടക്കുന്നത് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളാ. ഞാൻ വിചാരിക്കുന്നത് മാത്രമേ അവിടെ നടക്കൂ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാമേ. അച്ഛൻ ഓട്ടോ ഓടിക്കുമെങ്കിലും വണ്ടി നിയന്ത്രിക്കുന്നത് അമ്മയാണെന്ന് ആളുകൾ കളിയാക്കുന്നേ. ഓ, നാട്ടുകാരുടെ കളിയാക്കൽ ആര് മൈൻഡ് ചെയ്യുന്നടി? ഉച്ചവരെ അടുക്കളപ്പണി, അത് കഴിഞ്ഞ് പരദൂഷണം, സന്ധ്യയായ സീരിയല് കാണല്, ഇതല്ലേ സകലതിന്റെയും തൊഴില്. കളിയാക്കലുകാർ ഇങ്ങോട്ട് വരട്ടെ, പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ. അല്ലെങ്കിലും അമ്മയുടെ ഭരണം ശകലം കൂടുതലാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. എന്നാ നീയും നാട്ടുകാരുടെ കൂടെ ചേരടി. അമ്മ വീട് ഭരിക്കുന്നോണ്ടേ ബാങ്കിൽ നല്ലൊരു തുക കിടപ്പുണ്ട്, അറിയാവോ? ദേ പെണ്ണേ, നീ ഇങ്ങനെ സോമേട്ടന്റെ സ്വഭാവം കൊണ്ട് നിക്കല്ലേ. മനീഷിനെ പ്രേമിക്കാൻ വലിയ തന്റെയുടെ വരുന്നല്ലോ. ആ തന്റെയുടെ ഒക്കെ ഇപ്പൊ എവിടെ പോയി? ഇനി ലൈല ചെയ്യേണ്ടത് എന്താണെന്നറിയാവോ? അമ്മ പറ. മനീഷിന് കിട്ടുന്ന ശമ്പളം കൃത്യമായി നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പറയണം. ആ പൈസ നീ സൂക്ഷിക്കണം. അവന്റെ ആവശ്യത്തിനുള്ള പൈസ നിന്നോട് ചോദിച്ചു മേടിക്കണം. മനീഷേട്ടനോട് ഞാനിത് എങ്ങനെയാ പറയുന്നത്? ഓ, ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. വാ തുറന്ന് നല്ല മലയാള ഭാഷയിൽ പറയണം. ശമ്പളം തന്നില്ലെങ്കിൽ പോക്കറ്റിൽ നിന്ന് എടുക്കണം, നീ സൂക്ഷിച്ചോളാന്ന് പറയണം. അവൻ പിന്നെ ഇടയാൻ നിന്ന ഓരോരോ തന്ത്രങ്ങൾ പ്രയോഗിക്കണം. ദേ, ഭാര്യയ്ക്ക് ഭർത്താവിന്റെ അടുത്ത് പ്രയോഗിക്കാനേ ചില തന്ത്രങ്ങളുണ്ട്. അതിലൊന്നാണ് തലേണ മന്ത്രം. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ അറിയാൻ? ഇങ്ങനൊരു പെണ്ണ്. പോകെ പോകെ മനീഷിനെ നിന്റെ വരുതിയിൽ നിർത്തണം. അപ്പൊ സുമിത്രേച്ചിക്ക് നിന്നെ ഒഴിവാക്കാൻ പറ്റാതാകും. ചുരുക്കത്തില് നാളെ പനക്കലെ സുമിത്രയ്ക്ക് പകരം ആളുകള് പനക്കലെ ലൈല എന്ന് പറയും. ഈ പറയുന്നത് വല്ലോ നിന്റെ തലയിൽ കേറിയോ? അതോ മനീഷിനോട് പ്രേമം കൊണ്ടിരിക്കാനാണോ നിന്റെ ഉദ്ദേശം? മനീഷും സുമിത്രേച്ചിയും നിന്റെ ചൊൽപ്പടിയിൽ നിൽക്കണം. അതിനു വേണ്ടതെല്ലാം ലൈല ചെയ്യണം. മനസ്സിലായോ? ഉദയൻ സാർ, ഇവിടെ ഒപ്പിട്ടോളൂ. ഇവിടെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞല്ലോ. ഇനി ഞങ്ങള് ആനി, നല്ല ഉറക്കത്തിലാ. ഏതായാലും ഇപ്പൊ ഉണർത്തണ്ട. തുമ്പി ഇടയ്ക്ക് കാണാനുള്ള സൗകര്യം ഉണ്ടാക്കണേ മാഡം. ഏറ്റവും അർഹമായ കൈകളിലേക്കാണ് തുമ്പിയെ തരുന്നതെന്നറിയാം. എന്നാലും ഒരു വിഷമമുണ്ട്. ശരി. ശരി. നമുക്കിറങ്ങാം. നമ്മളിപ്പോ എവിടെ എത്തിയെന്നറിയാമോ? വീട്ടിൽ. എവിടെയാ? വീട്ടിൽ. ഇതാരുടെ വീടാ? തുമ്പിയുടെ.
ഇനി ഇതാണ് മോളുടെ വീട്. ഇത് തുമ്പിയുടെ വീട്. ഇത് തുമ്പിയുടെ അച്ഛൻ. ഇത് തുമ്പിയുടെ അമ്മ. മനസ്സിലായോ? അച്ഛൻ എവിടെന്ന് പറഞ്ഞേ? ആ. അമ്മ എവിടെ? ആ. എന്താ നോക്കണേ? ആഹാ, കിളിയുണ്ടോ അവിടെ? കിളിയുണ്ടോ? കിളിയെ കാണാം. കിളികൾ എവിടെ? ആ, എത്ര കിളികളാ? 5 എണ്ണോ? അത് നോക്കേ. അയ്യോ, പറന്നുപോയി. ആ, കണ്ടോ? കിളി കണ്ടോ? മഞ്ഞക്കിളി കണ്ടോ? അതാണ് മഞ്ഞക്കിളി. അതിനാണ് മൂളിപ്പാട്ടുള്ളത്. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ട്. ഓ, മോൾക്ക് അതൊന്നും അറിഞ്ഞുടനെ. മോള് വിളിച്ചേ, കിളിന്ന് വിളിച്ചേ. ആ